ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും ഫേസ്ബുക്ക് ബിസിനസ് മാനേജറിനെ പറ്റി അറിയാം, ചില ആളുകൾക്ക് ബിസിനസ് മാനേജർ എന്താണെന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ മുൻപ് ഞാൻ ഫേസ്ബുക്ക് ബിസിനസ് മാനേജറിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻ്റർഫേസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് നിലവിലുള്ള ബിസിനസ് മാനേജറിൽ നിന്നും എന്താണ് മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ പഴയ ഇൻ്റർഫേസ്, അതായത് പഴയ ഫേസ്ബുക്ക് ബിസിനസ് മാനേജറിൻ്റെ ഇൻ്റർഫേസ് ഒരുപക്ഷെ മാറിയിട്ട് ഈ ഒരു പുതിയതിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ ബിസിനസ് മാനേജർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ പഴയ ബിസിനസ് മാനേജർ വീഡിയോ കണ്ടിട്ട് നോക്കുന്ന സമയത്ത് ഇൻ്റർഫേസിലൊക്കെ മാറ്റുന്നുണ്ട്, അപ്പോൾ അതെങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളത് ഐഡിയ കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ഷോപ്പിഫൈ സ്റ്റോർ സെറ്റപ്പ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ബിസിനസ് മാനേജർ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ ബിസിനസ് മാനേജർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ്ബുക്കിൽ നിങ്ങളുടെ പേജിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്നുള്ളത് കാണാൻ പറ്റും. മെറ്റാ ബിസിനസ് സ്യൂട്ട് ഓപ്പൺ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ, മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്നുള്ളത് അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു URL യൂസ് ചെയ്യാം. business.facebook.com ഈ ഒരു URL യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് മാനേജറിലേക്ക് വരാൻ, നിങ്ങൾക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ടിലേക്ക് വരാൻ പറ്റും. അപ്പോൾ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ബിസിനസ് മാനേജറിലേക്കാണ് പോവുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ബിസിനസ് മാനേജർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പക്ഷേ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബിസിനസ് മാനേജർ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു മെസ്സേജൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബിസിനസ് മാനേജർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ബിസിനസ് മാനേജർ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് മാനേജർ ക്രിയേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ പേജ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, വാട്സപ്പ് അക്കൗണ്ട് എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ നമുക്ക് ഒരുമിച്ച് നിർത്താവുന്നതാണ്. കാരണം ഒരു ബിസിനസ് മാനേജർ, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു ബിസിനസ് മാനേജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഓരോ ബ്രാഞ്ചിനും സെപ്പറേറ്റ് പേജുകളൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് മാനേജറിൽ പേജസിൽ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ബിസിനസ് മാനേജർ അക്കൗണ്ട് വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പലർക്കും കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൻ്റെ തുടക്ക സമയങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പല പരീക്ഷണങ്ങളും നടത്തിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആഡ് അക്കൗണ്ട് ബ്ലോക്കായി പോയിട്ടുണ്ടാവും. പിന്നെ എങ്ങനെ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് മാനേജറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് പുതിയൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, പേഴ്സണൽ ആഡ് അക്കൗണ്ട്, അതായത് നമ്മളുടെ ഓൾറെഡി ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫേസ്ബുക്കിലെ പേഴ്സണൽ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, പുതിയൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴിയാണ് പല ആളുകളും ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ ആഡ് അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് മാനേജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതുമാണ്. അതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അതായത് ഒന്നിൽ കൂടുതൽ ആഡ് അക്കൗണ്ടുകളും ഈ ബിസിനസ് മാനേജർ വഴി ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ്സിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ആഡ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, പല ആഡ് അക്കൗണ്ടുകളും പെർഫോമൻസുകൾ പോകുമ്പോൾ നമുക്കതിനെ മാറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്നിൽ കൂടുതൽ ആഡ് അക്കൗണ്ടുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ബിസിനസ് മാനേജർ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ബിസിനസ് മാനേജറിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് മാനേജർ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ വിത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര്, നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ ഒരു ഇമെയിൽ ഐഡിയും കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അതായത് നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു പേജ് ആ ഒരു പേജായിരിക്കും. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിലവിൽ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നിങ്ങളുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യുക, നിലവിലുള്ള പേജും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോവാം. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മാത്രം പറയുന്നുള്ളൂ. കാരണം ബാക്കിയുള്ളതൊക്കെ എല്ലാം തന്നെ സെപ്പറേറ്റ് ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബിസിനസ് മാനേജറിൻ്റെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ പഴയ ബിസിനസ് മാനേജറിൻ്റെ ഇൻ്റർഫേസ് ഞാൻ കാണിച്ചു തരാം. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ് മാനേജർ എന്നുള്ളത് കാണാൻ പറ്റും.
അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ ടു ബിസിനസ് മാനേജർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഇൻ്റർഫേസിലേക്കായിരിക്കും പോകുക. ഫേസ്ബുക്ക് ഭാവിയിൽ ഒരു പക്ഷേ ഈ ഒരു പേജ്, അതായത് ഈ പഴയ ഇൻ്റർഫേസ് ഒരു പക്ഷേ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ആളുകൾക്ക് ഒന്ന് പരിചയപ്പെടാനും നിലവിൽ പഴയ ഇൻ്റർഫേസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് കണ്ടിന്യൂ ചെയ്തിട്ട് പുതിയതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വരാനും വേണ്ടിയിട്ടാണ് 2 ഇൻ്റർഫേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ഒരു ഇൻ്റർഫേസ് ഇവർ ഇവിടെ നിന്ന് മാറ്റാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പുതിയൊരു ബിസിനസ് മാനേജറിൽ വരുന്ന കുറച്ച് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഒന്നുകൂടെ ഈസിയാണ് കാണാനും, അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനും ഒന്നുകൂടെ ഈസിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരാളെ ഈ ഒരു ബിസിനസ് മാനേജറിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ പീപ്പിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പീപ്പിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻവൈറ്റ് പീപ്പിൾ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവർ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും എന്തെല്ലാം കൺട്രോളാണ് അവർക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ കൺട്രോൾ കൊടുക്കാം. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഓരോ പെർമിഷൻസും ചോദിക്കും. ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നോർമലി ഒരു ഫുൾ റൈറ്റുള്ള ഒരു അഡ്മിൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലും സെലക്ട് ഓൾ കൊടുത്തിട്ട് പോകാം. അതിൽ നിങ്ങളെ സ്റ്റാഫിനെ നിങ്ങൾ ഹയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുറത്തേക്കുള്ള ഒരാൾക്ക് ഇത് ഔട്ട്സോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇവർക്ക് ഇന്ന പേജിൻ്റെ ആക്സസും ഇന്ന ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ആക്സസും അതേപോലെ തന്നെ ഈ ഒരു ആഡ് അക്കൗണ്ടിൻ്റെ ആക്സസ് മാത്രം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു പേജ് മാത്രം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഫുൾ പെർമിഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പകുതിയായിട്ടുള്ള ഒരു പെർമിഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഫുൾ കൺട്രോൾ എന്നുള്ള ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഓരോന്നിൻ്റെതും ചോദിക്കും. ഇത്ര ചെയ്തതിന് സെൻഡ് ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മെയിലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഇൻ്റർഫേസ് ഇല്ല, അതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ അവിടെ അവരോട് അവരുടെ പേരും അതേപോലെ തന്നെ അവർ ഇമെയിൽ ഐ ഡിയും ഫുൾ നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. എന്നിട്ട് ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ബിസിനസ് മാനേജറിലേക്ക് അവർ ആഡ് ആയിട്ട് വരും. ഇത്രയാണ്, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഒരാളെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഈ ഒരു രീതിയിലാണ്. പിന്നെ നമുക്കിതിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത് പേജസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് വേണമെങ്കിൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് പേജിന് ഇങ്ങോട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഇതുവരെ നിലവിൽ ബിസിനസ് മാനേജറിലൊന്നും ആഡ് ചെയ്യാത്തൊരു പേജ് ഉണ്ടെങ്കിൽ ആ ഒരു പേജിനെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പേജിൻ്റെ പേരോ URL ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അഡ്മിൻ റൈറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഈ ബിസിനസ് മാനേജറിൽ അഡ്മിൻ റൈറ്റ്സ് ഉള്ള ഒരാളെ അക്കൗണ്ടിലാണ് ആ ഒരു പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേജ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നും എന്ത് ചെയ്യാം, പേജ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോയിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന പകരം ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാം, പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ആഡ് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ആഡ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പ്ലസ് ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ ആഡ് അക്കൗണ്ട് വെച്ചിട്ട് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ആഡ് എക്സിസ്റ്റിംഗ് ആഡ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ പേഴ്സണൽ ആഡ് അക്കൗണ്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഡ് അക്കൗണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആഡ് അക്കൗണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൂന്നാമത് പിന്നെ ഏജൻസിക്കുള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം, എഗ്രി കൊടുക്കാം. ആഡ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൊടുത്തിട്ട് ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വാട്സപ്പ് അക്കൗണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ചെയ്യാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ പിക്സൽ സെറ്റപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പിക്സൽ സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ നിലവിലുള്ള പുതിയ ഇൻ്റർഫേസിൽ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഡാറ്റ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്സൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസിൽ വന്നിട്ട് പിക്സൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പിക്സലിൻ്റെ പേര് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് പോകാവുന്നതാണ്. രണ്ടാമതായിട്ടുള്ളത് ബ്രാൻഡ് സേഫ്റ്റിയാണ്. അപ്പോൾ ബ്രാൻഡ് സേഫ്റ്റിയിൽ നമ്മൾ ഡൊമൈൻ വെരിഫിക്കേഷൻ എപ്പോഴും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഡൊമൈൻ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിക്സൽ ഇൻറ്റിഗ്രേഷൻ വളരെ ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ഡൊമൈൻ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്രാൻഡ് സേഫ്റ്റിയിൽ വന്നിട്ട് ഡൊമൈൻ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഇവിടെ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ന്യൂ ഡൊമൈൻ എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നെങ്കിലും എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു കോഡുണ്ട്, അത് വെബ്സൈറ്റിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ DNSൽ ആഡ് ചെയ്യാനുള്ള റെക്കോർഡുണ്ട്, അങ്ങനെ ചെയ്യാം. ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ വീണ്ടും ഇങ്ങനെ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പം അത് പിന്നെ അതിനെപ്പറ്റി വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീണ്ടും ഒരുപാട് ലെങ്ത്ത് കൂടണ്ട എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് പുതിയ ബിസിനസ് മാനേജറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പക്ക അഡ്വാൻസ്ഡ് ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് ചെയ്യുന്ന ഒരാൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങളൊരു പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും